ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം ബിസിനസ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ബോത്ത് 5 മാർക്ക് ആൻഡ് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാനായിട്ട് പാടില്ല? ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ തടസ്സങ്ങൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ബാരിയേഴ്സ് ആണുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ബാരിയേഴ്സ് വരാം? ഫിസിക്കൽ ബാരിയേഴ്സ് വരാം അല്ലേ. ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാതിരിക്കാം. അപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൾച്ചറൽ ബാരിയേഴ്സ് വരാം. പല ആളുകളും പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൾച്ചറൽ രീതിയിൽ എന്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്? ബാരിയേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, സൈക്കോളജിക്കലായിട്ട് ഓരോ പേഴ്സൺസിൻ്റെയും മെൻറ്റാലിറ്റി വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് പുവർ ലിസണിങ് ആണ്. ഇപ്പോൾ 2 പേഴ്സൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആൾ അത് നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവോ? ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ പുവർ ലിസണിങ് എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്. അതുപോലെ പിന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇൻഫോർമേഷൻ ഓവർലോഡ്. ആവശ്യമുള്ള മെസ്സേജസും ഇല്ലാത്ത മെസ്സേജസും ഒക്കെ കൺവേ ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എന്താവില്ല? ഒട്ടും തന്നെ ഇഫക്റ്റീവ് ആവില്ല എന്നാണ് പറയണത്. പിന്നെ വരുന്ന പ്രോബ്ലമാണ് സെമൻറ്റിക് പ്രോബ്ലംസ്. അത് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഡീകോഡ് ചെയ്യും, എൻകോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അതായത് ചിലപ്പോൾ എന്താണ്, ഒരേ മെൻറ്റാലിറ്റി ആയിരിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പല പേഴ്സൺസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ രീതിയിലായിരിക്കണം തന്നെ ഇല്ല മറ്റേ ആൾ ആ ഒരു മെസ്സേജ് ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് വരാം. അതാണ് സെമൻറ്റിക് പ്രോബ്ലംസ്. അതുപോലെ പുവർ റിട്ടൻഷൻ. നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു പവറിന് ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഓർത്ത് വെക്കാനായിട്ട് പറ്റില്ല. ഒരു ലിമിറ്റ് വരെ ഓർത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പുവർ റിട്ടൻഷൻ കാരണം കൊണ്ട് പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റാണ് ടൈം പ്രഷർ. ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ടൈം ലിമിറ്റ് കൊണ്ടും എന്ത് വരാം? കമ്മ്യൂണിക്കേഷനിൽ ബാരിയേഴ്സ് വരാം. അപ്പോൾ ഇത്രയും ബാരിയേഴ്സാണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്. അപ്പോൾ ഈ ബാരിയേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കണം. പിന്നെ ഇതിൽ വരുന്ന എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്: ഹൗ ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വരാമെന്ന് പറഞ്ഞു. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം? യൂസസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്. നല്ല രീതിയിൽ തന്നെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ലൊരു ലിസണർ ആവുക. അതുപോലെ അവോയ്ഡ് നോയ്സ് ലെവൽ. ഭയങ്കരമായിട്ട് എന്താണ്, ഒച്ചത്തിൽ സംസാരിക്കാതെയും ഭയങ്കര പതുക്കെ സംസാരിക്കാതെയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം വോയിസിൽ സംസാരിക്കാനായിട്ട് നോക്കുക. നോയ്സ് ലെവൽ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. നമ്മൾ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നത് വേറൊരു രീതിയിൽ എടുക്കാം, നമ്മൾ ഭയങ്കര വിഷമത്തിൽ പറയുന്നതും വേറൊരു രീതിയിൽ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ത് ചെയ്യുക? എപ്പോഴും അവോയ്ഡ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള മീഡിയ, നല്ല രീതിയിൽ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് ആ മീഡിയ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഇസ് സ്ട്രെസ്? എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് കോസിങ് സ്ട്രെസ്. എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? അതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് സ്ട്രെസ് കോസ് ചെയ്യണതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു ടെൻഷൻ വന്നു അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ടെൻഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്കൊരു ഫിസിക്കൽ ടെൻഷൻ വന്നു അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ളൊരു ടെൻഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത്
നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരാം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണ്, എന്തെങ്കിലും നമുക്ക് ഫ്രസ്ട്രേഷനും ആംഗ്രിനെസ്സും നെർവസും ഒക്കെ തോന്നുന്ന ഒരു ഇവൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ട് വന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു സ്ട്രെസ്സ് വരിക. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഡിമാൻഡ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ബോഡിയുടെ ആ ഒരു റിയാക്ഷനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്ട്രെസ് വരാനായിട്ടുള്ള കാരണങ്ങൾ, വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്കിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മാൽ ട്രീറ്റ്മെൻറ്റ് ഓർ ഹറാസ്മെൻറ്റ്. നമ്മുടെ സൂപ്പർവൈസേഴ്സ് എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ഇതാക്കാതെ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ അവരോട് മാൽ ട്രീറ്റ്മെൻറ്റും ഹറാസ്മെൻറ്റും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് വരാം. അതുപോലെ തന്നെ ഫീലിംഗ് പവർ ലൂസ്, ഒരു പവർ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്? സ്ട്രെസ്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺറീസണബിൾ പെർഫോമൻസ് ഡിമാൻഡ്, നമ്മൾ എന്താണ് ഒരുപാട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഓരോ ലിമിറ്റ് വയ്ക്കുക, ഇത്രേ കടക്കണം എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഓരോ എന്താണ് അവർക്ക് പറ്റാത്ത പെർഫോമൻസിനേക്കാളും അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സ്ട്രെസ്സ് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വർക്ക് പ്ലേസിൽ ഇല്ലെങ്കിൽ സ്ട്രെസ്സ് വരാം. ജോബ് സെക്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് വരാം. അതുപോലെ തന്നെ ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആണ്, അവർക്ക് ഇരട്ടി പണിയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സസീവ് ടൈം അവേ ഫ്രം ഹോം ആൻഡ് ഫാമിലി, അവർ വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒരുപാട് സമയം മാറി നിൽക്കുകയാണ്, അവർക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർക്ക് സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും സ്ട്രെസ്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്ട്രെസ്സ് വർക്ക് പ്ലേസിൽ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ റീസൺസ് അല്ലെങ്കിൽ കോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സ്ട്രെസ് മാനേജ്മെൻറ്റ്? എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ് അഡോപ്റ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രെസ്സ് വരാനായിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ കോസസ് ഒക്കെ പറഞ്ഞു. ഇനി ഇതിനെ എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം? അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെൽഫ് കെയറും റിലാക്സേഷനും ഒക്കെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരു ലൈഫിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെൽഫ് കെയറും അതുപോലെ തന്നെ റിലാക്സേഷനും ഒക്കെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്തൊക്കെയാണ്? സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ആണ് മെഡിറ്റേഷൻ. നമുക്ക് മെഡിറ്റേഷനിൽ കൂടെ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സസൈസിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബ്രീത്തിങ് എക്സസൈസസ്, യോഗ അങ്ങനെയുള്ളതിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്തി ഡയറ്റിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അസർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാം. സോഷ്യലൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ മെഡിറ്റേഷൻ എന്താണ്, എക്സസൈസ് എന്താണ്, യോഗ എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ മെയിനായിട്ട് ഈ പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, പിന്നെ കൺട്രോളിംഗ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് ഒക്കെ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഗനൈസേഷനിൽ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതൊരു മാനേജീരിയൽ ഫങ്ഷനാണ്. നമ്മൾ അറേഞ്ച് ചെയ്യാണ് പീപ്പിളിനെയും റിസോഴ്സസിനെയും ഒക്കെ എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ ടുവേർഡ്സ് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്
ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ, ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്, അതുപോലെ നമ്മുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ, ഇതിനെയൊക്കെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് കോർഡിനേറ്റിംഗ് ആണ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഗ്രൂപ്പും ഉണ്ടായിരിക്കും അല്ലേ? ആ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഗ്രൂപ്പിനൊക്കെ ഒരു സിംഗിൾ വർക്ക് ചെയ്യിപ്പിക്കുക, ഒരു ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ വേണം അല്ലേ? അത് ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നിന്നായിരിക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് മാനേജേഴ്സിനെ ഇൻഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് മാനേജേഴ്സിനെ അറിയിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്, എത്ര ഇൻകം വരും, എത്ര എക്സ്പെൻസസ് വരും ഒരു പീരീഡിനെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു പീരീഡിലേക്ക് എത്ര ഇൻകം വരാം, എത്ര എക്സ്പെൻസസ് വരാമെന്ന് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യാണ്? എസ്റ്റിമേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊരു പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ കൺട്രോളിങ് വേണമെങ്കിൽ വരാം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.